കഴിഞ്ഞ കുറേയധികം കാലങ്ങളായി നമ്മുടെ ചാനലിൽ വാർത്തകളെയാണ് നാം ടെലികാസ്റ്റ് ചെയ്യാറ്. അങ്ങനെ വരുമ്പോഴാണ് കാഴ്ചക്കാരേറെ ഉള്ളത്. അതിലേറെയും ക്രൈം, കൊലപാതകങ്ങളും ആത്മഹത്യകളും ഒക്കെ. അപ്പോൾ ഞാൻ ചിന്തിച്ചപ്പോൾ കുറച്ചുപേർ കണ്ടാൽ മതി, എങ്കിലും നമുക്ക് പറയാനാവുന്ന ആശയങ്ങളെ മറ്റൊരാളിലേക്ക് എത്തിക്കുമ്പോൾ അതിലേതാനും പേർ അത് അനുവർത്തിക്കാൻ തയ്യാറായാൽ നമ്മുടെ ജീവിതം ചാരിതാർത്ഥ്യമായി. അതുകൊണ്ടാണ് കെ വാർത്ത എന്ന ഒരു ഓൺലൈൻ പത്രത്തിൽ ഞാൻ കണ്ട ഒരു ആർട്ടിക്കിൾ, അത് വളരെ പ്രസക്തമെന്ന് തോന്നി. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ ഷെയർ ചെയ്യുന്നത്. കഴിയുന്നത്ര നിങ്ങളത് ശ്രദ്ധിച്ചിട്ട് നമുക്ക് വേണമെന്ന് തോന്നുന്ന പുതിയ തലമുറയിൽ നമ്മുടെ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ വിരൽത്തുമ്പിലൂടെ ലോകം ചുരുങ്ങുമ്പോൾ സോഷ്യൽ മീഡിയ ജീവിതത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുകയാണെന്നുള്ള കാര്യം നമുക്കെല്ലാം അറിയാം. ആദ്യമേ ഈ ആർട്ടിക്കിളിൻ്റെ കോർട്ടസി കെ വാർത്ത എന്ന ചാനലിൻ്റേതാണ്. അങ്ങനെ സോഷ്യൽ മീഡിയ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി മാറിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ അനായാസമായ വിനിമയങ്ങൾക്കും തൽക്ഷണ വിവരങ്ങൾക്കും പിന്നിൽ മനുഷ്യൻ്റെ തലച്ചോറിനെ അതിസൂക്ഷ്മമായി നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമുണ്ട്. ഓരോ നോട്ടിഫിക്കേഷനും, ഓരോ ലൈക്കിനും, ഓരോ ഷെയറും നമ്മുടെ തലച്ചോറിലെ റിവാർഡ് പാത്വേ ഉത്തേജിപ്പിക്കുകയും ഡോപ്പമിൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ നാഡീവ്യൂഹത്തെ ഉത്തേജിപ്പിക്കുന്ന ഒരു രാസവസ്തുവാണ് ഡോപ്പമിൻ. ആ രാസവസ്തുവിനെ ചെറിയ രീതിയിലല്ല സ്വാധീനിക്കുന്നത്. അതുകൊണ്ടാണ് ലൈക്ക് കിട്ടാൻ വേണ്ടി, നാം എടുക്കുന്ന റീലുകൾ വൈറലാവാൻ വേണ്ടി, ഏത് ഡേഞ്ചർ സിറ്റുവേഷനിലും പോയി വീഡിയോ എടുക്കാൻ എല്ലാവരും ശ്രമിക്കുന്നത്. ഒരു പ്രത്യേക അടിമത്വം, ഒരു ലഹരിയിലേക്ക് അത് പോവുകയാണ്. ഇത് ആനന്ദവും സംതൃപ്തിയും നൽകുന്നു എന്ന ആർട്ടിക്കിൾ പറയുന്നു. ഈ ചെറിയ ഡോപ്പമിൻ ഹിറ്റുകൾക്കായി നാം കൂടുതൽ സമയം ഈ പ്ലാറ്റ്ഫോമുകളിൽ ചെലവഴിക്കാൻ നിർബന്ധിതരാകുന്നു. പ്രശ്നം, പുതിയ തലമുറ കോവിഡിന് ശേഷം, കൊറോണയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ മൊബൈൽ ഉപഭോക്താക്കളായി മാറി. അവർക്ക് അതില്ലാതെ പറ്റാതെയായി. പ്രശ്നം വളരെ സീരിയസ് ആണ്. ഇത് ഒരുതരം ഡിജിറ്റൽ അടിമത്തത്തിലേക്ക് ആള് അറിയാതെ വഴുതി വീഴുകയാണ് ചെയ്യുക. ഒന്നും ശ്രദ്ധിക്കാനുള്ള കഴിവില്ലായ്മ, ഒരു ക്രിയേറ്റീവ് കപ്പാസിറ്റിയുമില്ല. തലച്ചോറിനെ പുനഃക്രമീകരിക്കുന്ന ഒരു ഡിജിറ്റൽ ലോകത്തിലേക്ക് ഓരോരുത്തരും വഴുതി വീഴുകയാണ്. സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകൾ വെറുമൊരു വിനോദോപാധി മാത്രമല്ല, അവ നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ തന്നെ പുനഃക്രമീകരിക്കുന്ന ശക്തമായ ഉപകരണങ്ങളാണ്. ഈ ആപ്പുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് തന്നെ ഉപഭോക്താക്കളെ കഴിയുന്നത്ര സമയം പ്ലാറ്റ്ഫോമിൽ പിടിച്ചു നിർത്താനാണ്. ആ അനുഭവം നമുക്കൊക്കെ ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കും. എണ്ണമറ്റ വീഡിയോ സ്ക്രോളിംഗ്, അതായത് അനന്തമായ സ്ക്രോളിംഗ്, ഇൻഫിനിറ്റ് സ്ക്രോളിംഗ്, നോട്ടിഫിക്കേഷനുകൾ, തുടർച്ചയായ പോസ്റ്റുകൾ എന്നിവയെല്ലാം ഈ ലക്ഷ്യത്തോടെ ഉള്ളതാണ്. ഈ പ്രക്രിയ നമ്മുടെ ശ്രദ്ധയെ നശിപ്പിക്കുകയും ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവിനെ ദുർബലപ്പെടുത്തുകയും ചെയ്യും. നമുക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയില്ല ഒന്നിലും. ഒരിടവേള എടുക്കാൻ ശ്രമിക്കുമ്പോൾ ആ സമയത്ത് പോലും ഡോപ്പമിൻ കുറയുന്ന അവസ്ഥ കാരണം ഉത്കണ്ഠ, അസ്വസ്ഥത, വിരസത, വല്ലാതെ ഒറ്റപ്പെടുന്നൊരു സ്ഥിതി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈകാരികമായ ഒരു പാപ്പരത്വം ഉണ്ടാകുന്നു. ഇത് സോഷ്യൽ മീഡിയ അടിമത്തത്തിൻ്റെ ലക്ഷണങ്ങളായി ഗവേഷകർ പറയുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാനസികാരോഗ്യം അവതാളത്തിലാകുന്നു. നമുക്കെപ്പോഴും ഒരു താരതമ്യം, അതൊരു കെണിയാണ്. മറ്റുള്ളവരുമായി നാം നമ്മളെ താരതമ്യം ചെയ്യാൻ തുടങ്ങും. നമുക്ക് എന്തൊക്കെയോ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. സാമൂഹിക മാധ്യമങ്ങളിലെ ആകർഷകമായ ചിത്രങ്ങളും വിജയഗാഥകളും തികഞ്ഞ ജീവിതങ്ങളുടെ അവതരണങ്ങളും യഥാർത്ഥ ജീവിതവുമായി താരതമ്യം ചെയ്യുമ്പോൾ പലപ്പോഴും നിരാശയിലേക്കും കുറഞ്ഞ
ആത്മാഭിമാനത്തിലേക്കും നയിച്ചേക്കാം. പറഞ്ഞ് മനസ്സിലാക്കണമല്ലോ. സോഷ്യൽ മീഡിയയിൽ എന്തും പർവ്വതീകരിച്ച് കാണിക്കും. നേട്ടങ്ങളായാലും കോട്ടങ്ങളായാലും ആ നേട്ടങ്ങളെ കണ്ട് അതാണ് എൻ്റെ വഴി എന്ന് തീരുമാനിക്കും. അതിലോട്ട് ഇറങ്ങിത്തിരിക്കും, പറ്റാതാവും. സോഷ്യൽ മീഡിയയിലെ താരതമ്യ സംസ്കാരം, ഫോമോ എന്നാ വിളിക്കുക, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്, ഇതൊരു വല്ലാത്ത മാനസികാവസ്ഥയാണ് സൃഷ്ടിക്കപ്പെടുന്നത്. മറ്റുള്ളവരുടെ ജീവിതത്തിലെ സന്തോഷം കാണുമ്പോൾ നമ്മുടെ ജീവിതം ഒട്ടും ആസ്വാദ്യകരമല്ലെന്ന് നമുക്ക് തോന്നുന്നു. ഇത് വിഷാദം, ഉത്കണ്ഠ, ഏകാന്തത തുടങ്ങിയ ഗുരുതരമായ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നു. ഡോപ്പമിന്റെ താൽക്കാലിക സന്തോഷത്തിന് നാം അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ ഭാവിയിൽ വലിയ ആഘാതങ്ങൾ സൃഷ്ടിച്ചേക്കാം. പുറത്തു വരാൻ ഒരു ഡിജിറ്റൽ ഡീടോക്സ്, സാമൂഹിക മാധ്യമങ്ങളുടെ ദോഷകരമായ സ്വാധീനത്തിൽ നിന്ന് രക്ഷ നേടാൻ ഡിജിറ്റൽ ഡീടോക്സ് പോലുള്ള ശീലങ്ങൾ സഹായകമാകും. നാം സാധാരണ കേൾക്കാറുണ്ട് കുട്ടികളിൽ നിന്ന് കഴുത്തിന് വല്ലാത്ത വേദന, കണ്ണുവേദന, തലയുടെ ഒരു സൈഡ് വേദന, ഷോൾഡർ വേദന, ടെന്നീസ് എൽബോ പോലുള്ള കൈവേദനകൾ. എല്ലാത്തിനും കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഇൻഫിനിറ്റ് സ്ക്രോളിംഗ് ആണ്. സമയം പോലും മറന്നു പോകുന്നു. മണിക്കൂറുകൾ, 8-10 മണിക്കൂറുകൾ, അല്ലെങ്കിൽ അവധി ദിവസങ്ങൾ 24 മണിക്കൂറും നാം ഇങ്ങനെ മൊബൈലിൽ തന്നെ കണ്ണു നട്ടിരിക്കുന്നു. നമ്മുടെ ഫിസിക്കൽ ബോഡി മസിൽ വളരെ സ്റ്റാറ്റിക്കായി ഒരേ പോസിൽ വച്ചിട്ടുണ്ടാവും. പിറ്റുന്ന ആ ഭാഗം വലിയ വേദനയായിരിക്കും. ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് ഇത് പൂർണ്ണമായി ഉപേക്ഷിക്കുക സാധ്യമല്ല, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ. മറിച്ച് അതിൻ്റെ ഉപയോഗം നിയന്ത്രിക്കുക എന്നതാണ് ചെയ്യാൻ പറ്റുന്ന ബുദ്ധിപരമായ ഒരു കാര്യം. വിവേകത്തോടെ ജീവിക്കുക. നമുക്ക് നിസ്സാര കാര്യങ്ങളെ പോലും ഫേസ് ചെയ്യാൻ പറ്റാതാകുന്നു. ജീവിതത്തിൽ ധാരാളം ആത്മഹത്യകൾ പെരുകുന്നു. എന്തുകൊണ്ടാണ്? നമുക്ക് നിസ്സാര കാര്യങ്ങളെന്ന് തോന്നുന്നവ ഇല്ലാത്തത് കൊണ്ടാണ്. അവയെല്ലാം എന്തോ ഭീകരങ്ങളായ സംഭവങ്ങളെ പോലെ, അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു മെൻ്റൽ പവർ നമുക്ക് ഇല്ലാത്ത പോലെ. ഫോൺ നോട്ടിഫിക്കേഷനുകൾ ആദ്യമായിട്ട് ഓഫ് ചെയ്യുക. നമ്മൾ ആഗ്രഹിക്കാത്ത സമയത്ത് നമുക്ക് ബെല്ല് കേൾക്കണ്ട. അതാണ് ആദ്യം ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം. നാം ഫോൺ ഉപയോഗിക്കുന്നു, പക്ഷേ ഫോണിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനുകളും ഓഫ് ചെയ്യുന്നു. പ്ലാറ്റ്ഫോമിൻ്റെ പേരുകൾ പറയുന്നില്ല. ഫോണിനായി ഒരു നിശ്ചിത സമയം മാത്രം ഉപയോഗിക്കുക. ഒരു ടൈം ടേബിൾ തയ്യാറാക്കുന്നു. ഇതൊക്കെ കേൾക്കുന്നവർക്ക് ഇഷ്ടപ്പെടില്ല എന്ന് എനിക്കറിയാം. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും 100 പേര് കേൾക്കുമ്പോൾ ഒരാൾ ഇത് സ്വീകരിക്കാൻ തയ്യാറായാൽ ഞാൻ വിജയിച്ചു. അങ്ങനെ ഒന്നാമത്തത് നോട്ടിഫിക്കേഷൻ ഓഫാക്കുന്നു. രണ്ടാമത്തത് ഫോണിനായി ഞാനൊരു നിശ്ചിത സമയം മാത്രം എൻ്റെ ജീവിതത്തിൻ്റെ മണിക്കൂറുകളിൽ മാറ്റിവെക്കുന്നു. ഉറങ്ങുന്നതിന് മുമ്പ് ഫോൺ തീർച്ചയായും ഒഴിവാക്കണം. ഉറങ്ങുന്നത് വരെയും കണ്ട് കിടക്കരുത്. ധാരാളം പ്രശ്നങ്ങൾ കാരണമാകും. ഇതൊക്കെയാണ് നമുക്കിതിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള ചെറിയ ചെറിയ മാർഗങ്ങൾ. ഇവ നമ്മുടെ മാനസിക ആരോഗ്യത്തിന് വളരെ വലിയ ഗുണം ചെയ്യും. എന്നാൽ ചോദിക്കും, പുസ്തകങ്ങൾ വായിക്കുന്ന പോലെയല്ലേ സോഷ്യൽ മീഡിയയിൽ ആർട്ടിക്കിളുകൾ വായിക്കുന്നതെന്ന്? നമുക്കറിയാലോ, മൊബൈലിൽ ഒരു ചിത്രത്തെ അല്ലെങ്കിൽ ഒരു അക്ഷരത്തെ കാണിക്കുന്നത് ഒരൊറ്റ ഇമേജ് കൊണ്ടല്ല. സെക്കൻഡ്സിൽ മിന്നി 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 കറങ്ങിക്കൊണ്ടിരിക്കുന്ന ധാരാളം ഇമേജുകളാണ്. ആ ഇമേജുകളാണ് നമ്മുടെ മുമ്പിൽ ഒറ്റ സെക്കൻഡിൽ നിൽക്കുന്ന പോലെ തോന്നുന്ന ഒരു പ്രതീതി ഉണ്ടാക്കുന്നത്, ഇല്യൂഷൻ ഉണ്ടാക്കുന്നത്. നമ്മുടെ കണ്ണിന് എന്തുമാത്രം സ്ട്രെയിനാണെന്നറിയാമോ? ഈ മാറി മാറി പോകുന്ന ഇമേജസിനെ കാൽക്കുലേറ്റ് ചെയ്ത് ബ്രെയിനിൽ എത്തിച്ച് നമുക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തരാൻ. അങ്ങനെ ഓൺലൈൻ ലോകത്തിൽ നിന്ന് മാറി ഏതെങ്കിലും പാർക്കിൽ പോവുക, എന്തെങ്കിലും കളികളിൽ മുഴുകുക, പുസ്തകങ്ങൾ വായിക്കുക, ഗുരുക്കന്മാരോടൊപ്പം സമയം ചെലവഴിക്കുക, മാതാപിതാക്കളോടൊപ്പം സമയം ചെലവഴിക്കുക. അങ്ങനെ നമുക്ക് നഷ്ടപ്പെട്ട കുടുംബ ബന്ധങ്ങൾ തിരികെ വരുത്താൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. ലഹരി വേണ്ട, മദ്യം വേണ്ട, അക്രമങ്ങൾ വേണ്ട എന്നൊക്കെ പറയുന്നതിൻ്റെ ആദ്യപടി ബ്രെയിൻ റീബൂട്ട് ചെയ്യണം, വൃത്തിയാക്കണം. യഥാർത്ഥ ജീവിതത്തിലെ ബന്ധങ്ങൾ തിരിച്ചറിയണം. നമ്മളൊരു ഫ്രണ്ട് റിക്വസ്റ്റ് കൊടുക്കുന്നു, തിരിച്ച് അക്സെപ്റ്റ് ചെയ്താൽ ഉടനെ
പുതിയൊരു ബന്ധുവിനെ കിട്ടിയ പോലെ നമ്മൾ സംസാരിച്ചു തുടങ്ങുകയായി. ഒരു നീക്കുപോക്കില്ലാത്തൊരു ബന്ധമാണത്. ഈയിടെയാണ് ഒരു ചെറുപ്പക്കാരൻ 56-കാരിയായ കാമുകിയെ ആദ്യമായി കണ്ട ദിവസം കൊന്നത്. എന്തുകൊണ്ടാണെന്നറിയോ? ചെറുപ്പക്കാരൻ 26 വയസ്സായിരുന്നു. ഒരു സോഷ്യൽ മീഡിയയിലൂടെ ഇതുപോലെ ആരംഭിച്ച സൗഹൃദമാണ്. ഫോണുകളിലെ ഫിൽട്ടർ ക്യാമറ ഉപയോഗിച്ച് ഭംഗി കൂട്ടിയും അതുപോലെ മേക്കപ്പുകൾ ചെയ്തുമൊക്കെ പ്രായം കുറച്ചുകൊണ്ട് ആൻറ്റി 26 വയസ്സുള്ള ഈ യുവാവിനോട് കഴിഞ്ഞ കാലം അത്രയും സംസാരിച്ചു. ഒടുവിൽ കാമുകയെ കാണാനെത്തി ആ യുവാവ് ഞെട്ടിപ്പോയി. ആ യുവാവിൻ്റെ വല്യമ്മയുടെ പ്രായമുണ്ട്. പിന്നെ അവന് പിടിച്ചു നിൽക്കാനായില്ല. അവൻ ചെയ്തത് ശരിയെന്നല്ല പറയുന്നത്, അങ്ങനെ ചെയ്തൊരു വാർത്ത വന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ യഥാർത്ഥ ജീവിതത്തിലെ ബന്ധങ്ങൾക്ക് വില കൊടുക്കണം. വിനോദങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഈ ദുശീലത്തിൽ നിന്നൊരു ദുശീലം തന്നെയാണ്. അതിൽ നിന്ന് പുറത്തു വരാൻ സഹായിക്കും. പിന്നെ ഈ ലേഖനത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ലേഖനത്തിൽ, ഈ ആർട്ടിക്കിളിൽ പറഞ്ഞു പോയ പൊതുവായ അറിവുകൾ, അത് പൊതുവായ അറിവുകൾ മാത്രമാണ്. ഒരു വൈദ്യോപദേശമായി കണക്കാക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗവുമായി ബന്ധപ്പെട്ട് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തോന്നുന്നെങ്കിൽ, നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് സമയം ഫോൺ നമ്മുടെ അടുത്ത് ഇല്ലാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഫോൺ ആരെങ്കിലും വാങ്ങി വെച്ചാൽ, നമ്മുടെ പ്രിയപ്പെട്ട അമ്മയായിരിക്കും, കുറച്ചു നേരം ഫോണിങ് താഴ്ന്നു പറഞ്ഞ് മാറ്റി നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങി വെച്ചാൽ നാം അനുഭവിക്കുന്ന ഒരു ഫ്രസ്ട്രേഷൻ, ഒരു പിരിമുറുക്കം, ഒരു മാനസിക സംഘർഷം, അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ബാത്റൂമിൽ പോയി ഇരിക്കുമ്പോൾ പോലും ഫോണിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച്, ആ സംസാരങ്ങളെക്കുറിച്ചാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? കിടക്കുമ്പോൾ ഫോണിൽ കണ്ട വിഷ്വൽസ് ആണോ നിങ്ങൾ ഓർത്ത് കിടക്കുന്നത്? അങ്ങനെയെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ ഡിജിറ്റൽ അടിമയായി മാറിക്കഴിഞ്ഞു. വിഷമിക്കണ്ട. ശരിക്കും പറഞ്ഞാൽ ഒരു മാനസികാരോഗ്യ വിദഗ്ധന്റെ സഹായം തേടേണ്ടതിന് തൊട്ടു മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ബോധപൂർവം ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് ഓഫാക്കുന്നു. മൊബൈൽ ഉപയോഗത്തിന് ഒരു നിശ്ചിത സമയം പ്രത്യേകിച്ച് മാറ്റിവെക്കുന്നു. ആ സമയത്ത് മാത്രം ഉപയോഗിക്കുന്നു. ഉറങ്ങുന്നതിന് തൊട്ടുമുള്ള ഫോണിൻ്റെ ഉപയോഗം പൂർണ്ണമായും നാം സ്റ്റോപ്പ് ചെയ്യുന്നു. സമൂഹ മാധ്യമങ്ങളുടെ ഈ സ്വാധീനത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഇതുപോലെ ഈ ചർച്ച പങ്കുവയ്ക്കണം. കഴിയുന്നത്ര ഈ വീഡിയോ ദയവായി ഷെയർ ചെയ്യുക. സ്നേഹപൂർവ്വം, സാഫ്രോൺ ഫാക്ട്സ്.